റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും രണ്ടായി പ്രവർത്തിക്കാത്തത് ജില്ലയിലെ ആരോഗ്യ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ജനറൽ ആശുപത്രിക്കും മെഡിക്കൽ കോളേജിനും കൂടി ലഭിക്കേണ്ടത് 1000-ലധികം ബെഡുകളാണ്. നിലവിൽ കിടത്തി ചികിത്സയ്ക്കുള്ളത് പകുതി ബെഡുകളിൽ മാത്രം. ഡോക്ടർമാരുടെ സേവനത്തിനും പ്രതിസന്ധിയുണ്ട്. അധ്യാപകരായ ഡോക്ടർമാർക്ക് ചികിത്സയ്ക്ക് ലഭിക്കുന്നത് പകുതി സമയം മാത്രമാണ്. ജനറൽ ആശുപത്രികൾക്ക് അനുവദിക്കുന്ന തസ്തികകൾ മഞ്ചേരിക്ക് ലഭിക്കുന്നുമില്ല. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ, മലപ്പുറം പോലൊരു ജില്ലയോട് ഇത് പോരാ എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറയുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണെങ്കിൽ മെഡിക്കൽ കോളേജ് വേറെ, ജനറൽ ആശുപത്രി വേറെ. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇവിടെ രണ്ടും ഒന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പം, അവിടെ ആവശ്യത്തിന് ബെഡില്ല, ആവശ്യത്തിന് ഡോക്ടർമാരെ കിട്ടാനില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ജനറൽ ആശുപത്രിയുടേതായ ഒന്നും അവിടെ കിട്ടുന്നില്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജിൻ്റെതായ ഒന്നും മെഡിക്കൽ കോളേജിനും കിട്ടുന്നില്ല. ഇതാണ് അവസ്ഥ അല്ലേ അഷ്കർ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത് തന്നെയാണ്. ഇത് രണ്ടും രണ്ടായി പ്രവർത്തിക്കാത്തത് കൊണ്ട് മലപ്പുറം ജില്ലയിലെ ആരോഗ്യ മേഖലയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള, പ്രത്യേകിച്ച് ഈ മഞ്ചേരിയിലെ കടലാസിലുള്ള ഈ ജനറൽ ആശുപത്രി അല്ലാതെ മലപ്പുറം ജില്ലയിൽ മറ്റൊരു ജനറൽ ആശുപത്രിയുമില്ല. സ്വാഭാവികമായും ഒരു ജനറൽ ആശുപത്രി ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ രോഗികൾക്ക് ലഭിക്കേണ്ട ഒരു ആശ്രയമുണ്ട്. ആ ആശ്രയത്വം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിൽ മലപ്പുറം ജില്ലയിലുള്ളത്. പ്രത്യേകിച്ച് ഈ ജനസംഖ്യ ആനുപാതികമായി തന്നെ രോഗികളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മറ്റു ജില്ലകളിൽ 550 രോഗികൾക്ക് ഒരു ബെഡ് എന്ന തോതിൽ കൃത്യമായ സംവിധാനം ഉണ്ടാകുമ്പോൾ അത് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ 1650 രോഗികൾക്കാണ് ഒരു ബെഡ് എന്നുള്ളത്. ജനസംഖ്യാനുപാതികമായുള്ള വികസനം മലപ്പുറം ജില്ലയിലെ ആരോഗ്യ മേഖലയ്ക്ക് എത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാരണം. ആ ഘട്ടത്തിൽ കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളുടെ എണ്ണം അനവധിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിയിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജനറൽ ആശുപത്രി ആണെങ്കിൽ അവിടെ 500-ലധികം രോഗികൾക്കുള്ള കിടത്തി ചികിത്സകളുടെ സൗകര്യമുണ്ടാകും. സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഹോസ്പിറ്റൽ സംവിധാനത്തിനും 500-ലധികം കിടത്തി ചികിത്സകളുടെ സംവിധാനങ്ങളുണ്ടാകും. എന്നാൽ ഇത് മലപ്പുറം ജില്ലയിലെ ജനറൽ ആശുപത്രിയും മഞ്ചേരി മെഡിക്കൽ കോളേജും രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആശുപത്രിയുടെ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം മാത്രമേ നിലവിൽ അവിടെയുള്ളൂ. 1000-ലധികം വരേണ്ട കിടത്തി ചികിത്സയ്ക്കുള്ള ബെഡുകൾക്ക് പകരം അവിടെയുള്ളത് വെറും 500 മാത്രം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പലപ്പോഴും രോഗികൾ വരാന്തയിൽ കിടക്കേണ്ട അവസ്ഥയാണ്. അതല്ല എങ്കിൽ ആശുപത്രി നിറഞ്ഞു കവിഞ്ഞ് രോഗികൾക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ട ഒരു മടക്കൽ ആശുപത്രിയായി മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്നിന് ഡോക്ടർമാരുടെ സേവനം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഒരു ഡോക്ടർമാർ 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി ജനറൽ ആശുപത്രി ഡോക്ടർമാരാണെങ്കിൽ അതിന്റെ ഗുണം അവിടെ എത്തുന്ന എല്ലാ രോഗികൾക്കും ലഭിക്കും. എന്നാൽ നിലവിൽ അവിടെയുള്ള ഡോക്ടർമാർ 110ഓളം ഡോക്ടർമാർ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന്റെ അധ്യാപകരായിട്ടുള്ള ഡോക്ടർമാരാണ്. സ്വാഭാവികമായും അവർക്ക് ലഭിക്കുന്ന ജോലി സമയത്തിൽ പകുതി സമയം അവർ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. സ്വാഭാവികമായും 100 രോഗികളെ പരിശോധിക്കേണ്ടടുത്ത് 50 രോഗികളെ മാത്രമേ പരിശോധിക്കാൻ കഴിയുള്ളൂ. പല വിഭാഗങ്ങളിലും വെറും 60 ടോക്കൺ മാത്രമാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്ക് തന്നെ ടോക്കൺ ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ടി വരുന്ന ദുരവസ്ഥയാണുള്ളത്. മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജനറൽ ആശുപത്രികൾക്കും പല ഘട്ടങ്ങളിലും സർക്കാർ അധിക തസ്തികകൾ അനുവദിക്കാറുണ്ട്, അധിക വിഭാഗങ്ങൾ അനുവദിക്കാറുണ്ട്. പക്ഷേ ഈ അധിക തസ്തികളോ വിഭാഗങ്ങളോ ഒന്നും തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രിക്ക് ലഭിക്കുന്നില്ല. മെഡിക്കൽ കോളേജിൽ PG കോഴ്സ് അനുവദിക്കുന്നതടക്കം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. സംഭവം ശരിയല്ലേ? ഈ ജനറൽ ആശുപത്രിക്ക് വേണ്ടുന്ന സൗകര്യം ജനറൽ ആശുപത്രിക്കും മെഡിക്കൽ കോളേജിന് വേണ്ടുന്ന സൗകര്യം മെഡിക്കൽ കോളേജിനും കൊടുത്താൽ മാത്രമല്ലേ വേണ്ടത്ര ബെഡുകളും വേണ്ടത്ര ഡോക്ടർമാരും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒന്നാണെന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് കൊടുത്താൽ മതിയല്ലോ. പകുതി കിടക്കകൾ അവിടെ ഇല്ല. ഡോക്ടർമാർക്ക് പകുതി സമയമേ കിട്ടുന്നുള്ളൂ. മലപ്പുറം പോലൊരു ജില്ലയ്ക്ക് അത് പോരാ, ഒട്ടും പോരാ.